ഗായ്സ്, ഇന്ന് നമുക്ക് കറി വെക്കാൻ കുറേ പീക്കിരി മത്തികളാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വാങ്ങിച്ചിട്ട് ഒരു 2 ദിവസമായിട്ടുണ്ട്. ഇത് മുറിക്കാനായിട്ടുള്ള മടി കാരണം ഫ്രീസറിൽ കൊടുത്തിരിക്കുകയായിരുന്നു. ഇന്ന് ഇതിനെ വെച്ചിരിക്കുകയായിരുന്നു, ഫ്രീസറിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഇതിന് ശാപമോക്ഷം കൊടുക്കാമെന്ന് ഞാൻ കരുതി. ഇനി ഇതെങ്ങനെ വെട്ടിയെടുക്കുമെന്ന് അറിയത്തില്ല. അതിന് നല്ല കഷ്ടപ്പാടുണ്ടായിരിക്കും. കത്രിക വെച്ചിട്ട് നമുക്കിതിനെ ഓരോന്നിനായിട്ട് വെട്ടിയെടുക്കാം. ഈ പീക്കിരി മത്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും വെട്ടിയെടുക്കാൻ നല്ല പണിയാണ്. ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ടാസ്ക്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുക. അതിനകത്ത് കുടലുണ്ട് കേട്ടോ, അതൊക്കെ എടുത്ത് കളയണം. എന്താ ഇങ്ങനെ ഓരോ മീനായിട്ടും ക്ലീൻ ചെയ്തെടുക്കാം. അതായത് ഇവിടെ ഫിഷ് മാർക്കറ്റിൽ പോയ ടൈമിൽ എപ്പോഴും നമ്മൾ മീൻ വാങ്ങാറ് ചൂരയും അതുപോലുള്ള മീനുകളൊക്കെ ആയിരിക്കും. അതായത് അയല, ചൂര, അതുപോലുള്ള മീനുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ മുളകിട്ടല്ലേ കറി വയ്ക്കുന്നത്. അപ്പോൾ ഞാനാണ് മത്തി കണ്ടപ്പോൾ പറഞ്ഞ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോരൻ വയ്ക്കത്തില്ലേ, മീൻ തോരൻ തേങ്ങയൊക്കെ ചേർത്തിട്ട്, തേങ്ങ ചിരവിയതൊക്കെ ചേർത്തിട്ട്. ഞങ്ങളുടെ നാട്ടിൽ മീൻ വറ്റിച്ചതെന്നൊക്കെ പറയും കേട്ടോ, തേങ്ങ ചേർത്ത് വറ്റിക്കുന്നത്. അങ്ങനെ അതുണ്ടാക്കാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് വെട്ടിയെടുക്കാനായിട്ടുള്ള കഷ്ടപ്പാട് ഓർത്തപ്പോഴത്തേക്കിന് എനിക്കിതിനെ നേരെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രീസറിലോട്ട് കയറ്റുമായിരുന്നു. പിന്നെ ഓരോ ദിവസം അത് കാണുമ്പോഴും 2 ദിവസമായി ഫ്രീസറിലായിട്ട് കാണുമ്പോഴും അതിനെ കാണുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞു ഒരു ടെൻഷൻ. ഇതെങ്ങനെ വെട്ടി വൃത്തിയാക്കും എന്നുള്ള മടി കാരണം അത് അവിടെ തന്നെ വെച്ചിരുന്നു. ഇന്ന് അറ്റ കൈക്ക് സാധനം ഇനി ഇത് ഫ്രീസറിൽ ഇരുത്തുന്നത് ശരിയല്ലല്ലോ ഇതിനെ. അതുകൊണ്ട് ഇന്ന് ഇതിനെടുത്ത് എല്ലാത്തിനും എടുത്ത് കട്ട് ചെയ്ത് തോരൻ വയ്ക്കാമെന്ന് കരുതി, അതായത് മീൻ വറ്റിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ മീൻ വെട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്യണം. വെച്ചിട്ടുള്ള മീനിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാം. ഇത് ചെറിയ മീനായതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ, ചെറിയ മീനായതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാണ് ഇതിനെ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്നത് പോലെ. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് വലിയ ബലത്തിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വെച്ച് കൊടുത്താൽ അത് ക്ലീൻ ആയി കിട്ടും. ചെറിയ മീനുകളൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. നല്ല ശക്തിക്ക് നമ്മളിതിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ മുള്ളും മാത്രം കാണും. മീനൊക്കെ വെള്ളത്തിൽ കഴുകി പോകും. ഇത് കണ്ടോ, ഇതിൻ്റെ ഉളുമ്പ് ഇറങ്ങുന്നുണ്ടോ, നന്നായിട്ട് ഇതിൻ്റെ ഉളുമ്പെല്ലാം ഇറങ്ങുന്നുണ്ട്. ഉളുമ്പെന്നല്ലേ നിങ്ങളൊക്കെ പറയാം, ചെതുമ്പൽ അങ്ങനെ വലുതായിട്ടില്ലല്ലോ. ഇങ്ങനെ എന്തോ ഒരു കളറിൽ ചാരമൊക്കെ കണക്കിരിക്കുന്നല്ലേ. ഇങ്ങനെ ഇളക്കിയിട്ട് ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. ഈ ഉളുമ്പ് ഇളകിയ അഴുക്കെല്ലാം നമുക്ക് കഴുകി കളയും. ഇതിന് ഇളകി മീൻ്റെ ഇതൊരു കളർ ഉണ്ട്. ഇതെല്ലാം മീൻ്റെ പുറത്തിരുന്ന വേസ്റ്റാണ് ഗൈസ്. ഉളുമ്പെന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതാണ്. ഇത് കഴുകാം. ഇത് കഴുകിയിട്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഒരുമാതിരി തൊലിയൊക്കെ പോയി കണക്കിരിക്കുന്നത്, നെയ്മത്തിയൊക്കെ കഴുകുമ്പോഴത്തേക്കിനൊക്കെ ഇരിക്കുന്നത് പോലെ ഇരിക്കും. ഒത്തിരി ബലമൊന്നും കൊടുക്കണ്ട. ബലം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, മുള്ളു മാത്രമേ കാണത്തുള്ളൂ. അവസാനം കറിയൊക്കെയാണെന്ന് കാണത്തില്ല. ഇത് ശരി ഇച്ചിരി നല്ല മീൻ. ബാക്കിയൊക്കെ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നു. ഇതെന്താ, ഇത് നെയ്മത്തിയോ? നെയ്മത്തി എന്ന് പറഞ്ഞാൽ വലിയ മത്തിയല്ല നെയ്യുള്ളത്. എന്തോ ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ നമുക്ക് കഴുകിയെടുക്കാം. അവസാനം മീൻ കാണുമോ അതോ മുള്ളു മാത്രമേ കാണുള്ളൂ എന്ന് നോക്കാം. ഒരുപാടിട്ടങ്ങ് ഒത്തിരി അങ്ങ് വൃത്തിയാക്കാൻ നിന്നാലും ശരിയാകത്തില്ല. മീൻ കഴിക്കണ്ട. വീട് കളർ കണ്ടോ മീൻ്റെ? ഇതെല്ലാം മീൻ്റെ പുറത്തുള്ള തൊലി പോയിട്ട് ഇങ്ങനെ ആകുന്നത്. മീൻ അത്ര നല്ലതല്ല കേട്ടോ. ബ്ലിക്കോ മീനാണ്, ബ്ലിക്കോ. പിന്നെ ഒത്തിരി സ്ട്രെയിൻ കൊടുക്കാതെ കഴുകിയെടുക്കാം. ഗുഡ്. ഇത് മിക്കവാറും മുള്ളു മാത്രമേ കാണത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഞാൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് എന്താണെന്ന് വെച്ചാൽ മീൻ ഫ്രഷ് ആയിരുന്നു. നമ്മൾ 2 ദിവസം ഫ്രീസറിൽ വെച്ചാൽ ഇങ്ങനെ ആവില്ലല്ലോ. എന്തുവാണെന്ന് എനിക്കറിയില്ല. നെയ്മത്തിയാണോ എന്തുവാ എനിക്കറിയില്ല. തൊലി ഉരിച്ച് വെച്ചിട്ടുണ്ട്. വേണ്ട, നമുക്ക് 1-2 കഴുക്കും കൂടി കഴിയാം. മീനെ പൊടിഞ്ഞിറങ്ങുന്നുണ്ട് കണ്ടോ. മൊത്തം പൊടിഞ്ഞോടും. മീൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം.
എനിക്കറിയില്ല, ഞാനിത് ഇപ്പോൾ അരച്ചിട്ടാണ് എന്ത് അതോ നിയമത്തി ആയതുകൊണ്ടാണോ അത് ഇതൊരുമാതിരി നടന്നു പോകുന്ന കണക്കായിരുന്നു ഗൈസ്. മീൻ്റെ കുഴപ്പമാണോ അത് എൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ ഒരുവിധം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ചേർത്ത് കൊടുക്കണം എന്ന് കാണാം. ആദ്യമായിട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് മഞ്ഞ കളറായിരിക്കും കേട്ടോ, ചിലർ റെഡ് കളറിലുണ്ടാക്കും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട്. പക്ഷേ എനിക്കതല്ല, എനിക്ക് യെല്ലോ കളറിലാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി പച്ചമുളക് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഒരു 5-6 ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5-8-10 ഉലുവ, 10 ഉലുവ അത്രയൊക്കെ മതി. പിന്നെ നമുക്കിതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി അരിഞ്ഞത്, 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 6 എണ്ണേ ചേർക്കുന്നുള്ളൂ. ഇതാ ഇതുപോലെ മുറിച്ചത്, ഇതുപോലെ മുറിച്ച 6 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 കുടംപുളി, പുളിക്ക് നല്ല പുളിയാണ് ഇതിനകത്തുള്ള 2 കഷ്ണം, ഒരു ചെറിയ കഷ്ണം ഒരു വലിയ കഷ്ണം, അങ്ങനെ 2 കുടംപുളി. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതുവരെയും ചേർത്തിട്ടില്ല, തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഫ്രഷ് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ തേങ്ങ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ എത്ര ഒരു 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട് തേങ്ങാപ്പൊടി, 1/2 കപ്പോളം ഉണ്ട് തേങ്ങാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യും. കുറച്ച് വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഇത്രയും വെള്ളം പോരെ, ഇനിയും വെള്ളം വേണം. ഇപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ആ മഞ്ഞളിൻ്റെ ഒക്കെ നന്നായിട്ട് ഈ മീനിലേക്ക് ആ ഉപ്പും മഞ്ഞളും ഒക്കെ പിടിക്കട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഈ മീനൊന്ന് മുങ്ങിക്കിടക്കണം, അത്രേ ഉള്ളൂ. മുങ്ങിക്കിടക്കണം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്, ഒരു പരുവം കാണിച്ചു തരാം ഗൈസ്. ഇതിപ്പോൾ തേങ്ങ കുറവാണെന്ന് തോന്നും, പക്ഷേ ഇത് കുക്കായി വരുമ്പോഴത്തേക്ക് ഇനി തേങ്ങ വലുതായി വരും, തേങ്ങ ഒന്ന് വീർത്ത് വരും. തേങ്ങ പൊടിയല്ല, ഉണക്കി വെച്ചിരുന്നു, ഡ്രൈ ആയിട്ടുള്ളൊരു, ഇതിപ്പോൾ കറക്റ്റാണ്. ഈ ഒരളവിന് വെള്ളം വെക്കാം. ഇനി നമുക്ക് ഒന്നുമില്ല, അടച്ച് വെക്കുക, വേവിക്കുക. ബാക്കി പ്രൊസീജിയർ ഞാൻ വഴിയാ പറഞ്ഞുതരാം. ഇപ്പം നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇതാണ് എൻ്റെ ചട്ടിയുടെ അടപ്പ്, ഇതാണ് മീൻകറിയുടെ ചട്ടിയാണിത്, അതിൻ്റെ അടപ്പ് ഇതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിവിടെ നിന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് തുണിയുണ്ട് വിരിക്കാൻ, അതൊക്കെ വിരിച്ചിട്ട് ഞാൻ വരാം. അതായത് 10 മിനിറ്റ് എടുക്കും ഇത് കുക്കായി വരാനായിട്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു കണക്കാണ്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി അടുപ്പത്തിരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഓക്കെ, ഡൺ. ഈ ഒരു സ്റ്റേജിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അത് ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മീനിലേക്ക് ഇട്ടാൽ മതി. ഈ സ്റ്റേജിൽ നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കറക്റ്റായിരുന്നു. കറിവേപ്പില ചേർത്തു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരല്പം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ തേങ്ങ, ഞാൻ പറഞ്ഞില്ലേ തേങ്ങാപ്പൊടി, അത് ഡ്രൈഡാണ്, അതിൽ തേങ്ങാപ്പാല കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തേങ്ങയുടെ ഫ്ലേവർ ഇല്ല. ഇച്ചിരി വെളിച്ചെണ്ണ എങ്കിലും കൂടുതൽ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കത് ഇത്ര നേരം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരുന്നു, ഇപ്പം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്.
ഇത് ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് എന്താണ് ഒരു 2 മിനിറ്റും കൂടി ഇരിക്കട്ടെ ലോ ഫ്ലെയിമിൽ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. കിച്ചണിലൊക്കെ നല്ല വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും കൂടിയുള്ള നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇനി ഒരു 2 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അതവിടെ 2 മിനിറ്റ് ഇരുന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വരട്ടെ. അതിനുശേഷം നമുക്ക് കഴിക്കാം. ആണ് നമ്മുടെ മത്തി വറ്റിച്ചതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഇപ്പൊ കണ്ടോ, അധികം വെള്ളവുമില്ല, ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. കണ്ടോളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. കണ്ടോ, അധികം വെള്ളമൊന്നുമില്ല. വറ്റിയിട്ടുണ്ട് നന്നായിട്ട്. കണ്ടോ, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ വെക്കുന്ന ആ ഒരു ഇത് തന്നെ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എണ്ണയുടെ വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ, അത് നമ്മൾ ചുറ്റിച്ചാണ് ഒഴിച്ചതെങ്കിലും അതെല്ലായിടത്തോട്ടൊന്ന് ആയിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് വെച്ചത്. മീനൊക്കെ പൊടിഞ്ഞു പോയി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എന്താ എല്ലാവരും ചെയ്യാറുള്ളതാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നും മുളകിട്ട മീൻകറി കഴിക്കുന്നതിനെക്കാട്ടിയും നല്ല ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി പരീക്ഷിച്ചുകൂടെ? എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ പറയണേ ഗായ്സ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. വൈകിട്ട് ഞാൻ ചോറാണ് കഴിക്കുന്നത്. ചോറുണ്ട്, മട്ട റൈസ് ഉണ്ട്, പിന്നെ കുക്ക് ചെയ്യാത്ത രസം ഉണ്ടല്ലോ അതുണ്ട്, നമ്മൾ ഉണ്ടാക്കിയ മീൻ വറ്റിച്ചത്, കിഴങ്ങ് മെഴുക്കുവരട്ടി, ഇഞ്ചിക്കറി, മാങ്ങ ഉപ്പിലിട്ടത്. ഇതൊക്കെ കൂട്ടി ഞാൻ കഴിക്കട്ടെ. ഈ രസത്തിന് ഭയങ്കര ടേസ്റ്റാണ്. ഒരു ദിവസം ഞാൻ രസത്തിൻ്റെ റെസിപ്പിയും കൂടി ഇടാം. മീൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് കറക്റ്റ് പാകത്തിനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ബൈ. എല്ലാവരും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യൂ. വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ ഗൈസ്. ഓക്കെ, ബൈ.